ഓം സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പര. ആദരണീയരായ എല്ലാ സുഹൃത്തുക്കളെയും ഭാരതീയം കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രാമായണ മാസം ആരംഭിക്കുകയാണ്. കുടിൽ തൊട്ട് കൊട്ടാരം വരെ ഭാരതത്തിലെമ്പാടും രാമായണ മാസം ആചരിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണമാണ് പാരായണം ചെയ്യുന്നത്. രാമായണ മാസം ആചരിക്കുന്നതിൻ്റെ പിന്നിൽ എന്തിനാണ് രാമായണ മാസം ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ പൊതുവെ പലരും പല അഭിപ്രായങ്ങളാണ് പറയുക. യഥാർത്ഥത്തിൽ എന്താണ് രാമായണ മാസത്തിൻ്റെ പ്രാധാന്യം? നമുക്കറിയാം, കർക്കിടകം 1 മുതൽ നമ്മൾ രാമായണ മാസം ആചരിക്കുകയാണ്, ഒരു മാസക്കാലം. ഈ മാസത്തിൽ മാത്രമല്ല രാമായണം വായിക്കേണ്ടത്, അത് നമുക്ക് തിരിച്ചറിയണം. നിത്യേന രാമായണം പാരായണം ചെയ്യണം. രാമായണം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആധ്യാത്മിക മോക്ഷശാസ്ത്രമാണ്. നമുക്കറിയാം, നമുക്ക് 2 ഇതിഹാസങ്ങളുണ്ട്. 1 രാമായണവും 2 മഹാഭാരതവും. രാമായണം, ഇതിഹാസം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ധർമാർത്ഥ കാമ മോക്ഷാണാം ഉപദേശ സമന്വിതം പുരാവൃത്ത കഥായുക്തം ഇതിഹാസം പ്രചക്ഷതേ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇവയാണ് പുരുഷാർത്ഥ ചതുഷ്ടയങ്ങൾ. അതിനെ ഇവകളെ പ്രാപിക്കാനുള്ള മാർഗം കഥാരൂപത്തിൽ ഉപദേശിക്കുന്ന ഗ്രന്ഥങ്ങളെയാണ് ഇതിഹാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം രാമായണം നിത്യേന പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് ശരീരത്തിനും മനസ്സിനും ഊർജം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്, ഉന്മേഷം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് രാമായണ മാസത്തിൽ, കർക്കിടക മാസത്തിൽ 1 കാലവർഷം കലിതുള്ളുന്ന മാസമാണ്. 2 പൊതുവെ ഒരു പഴമക്കാരൊക്കെ പറയാറുണ്ട്, ദാരിദ്ര്യം കൂടുതലുള്ള ഒരു മാസമാണ്. അതുപോലെ ഔഷധ സേവയ്ക്ക് ഏറ്റവും അഭികാമ്യമായ മാസമാണ്. അപ്പോൾ ശരീരവും മനസ്സും ഒരുപോലെ ഇളതാകുന്ന ഒരു സമയം. അപ്പോൾ ശരീരത്തിന് നമ്മൾ ഔഷധ സേവ ചെയ്യുന്നത് പോലെ തന്നെ മനസ്സിനും ഔഷധ സേവ ആവശ്യമാണ്. ആ ഔഷധമാണ് ശരിക്കും രാമായണം. ഈ രാമായണ പാരായണത്തിലൂടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിച്ച് നിർത്താൻ കഴിയുന്ന പരമപവിത്രമായ ആ മാസാചരണമാണ് കർക്കിടക മാസം രാമായണ മാസമായി നമ്മൾ ആചരിക്കുന്നത്. എല്ലാ ഹിന്ദുക്കളും നമുക്ക് ഇത് പാരായണം ചെയ്യുന്ന വിധത്തിൽ രാഗത്തിൽ അതുപോലെ ഇതൊന്നും വേണ്ട. സാധാരണഗതിയിൽ പാരായണം ചെയ്ത് മനസ്സിലാക്കി പാരായണം ചെയ്തു പോകാൻ കഴിയുക, അതാണ് പരമപ്രധാനം. രാമായണം മാസത്തെക്കുറിച്ച്, രാമായണത്തെക്കുറിച്ച് നമ്മൾ ഓരോ ദിവസവും പ്രതിപാദിക്കുന്നുണ്ടാവും. പരമാവധി എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഇത് പരമാവധി എല്ലാവരിലും എത്തിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണെന്ന് അറിയിക്കുകയാണ്. നമസ്തേ.